ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ടിപ്സ് എല്ലാം പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. വളരെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് മോമോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദ മാവ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ മാവും തയ്യാറാക്കി എടുക്കാനാണ് മൈദ മാവ് ചേർത്തിട്ടുള്ളത്. മൈദ മാവിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ മൈദ മാവിൽ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഫില്ലിങ്ങിനനുസരിച്ചിട്ട് വേണം മാവിൻ്റെ അളവെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മാവെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒരുപാട് കട്ടിയായിട്ട് കുഴയ്ക്കേണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് കുഴയ്ക്കാനും നിൽക്കേണ്ട. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ചു വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ഡ്രൈ ആയി പോകും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇതിന് മുകളിലേക്ക് പുരട്ടി വെച്ചിരുന്നാലും മതിയാവും. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് കൂടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം മീഡിയം സൈസിൽ ഒരു സവാള നല്ലതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ മോമോസിൽ ചേർക്കുന്നതെല്ലാം നല്ലതുപോലെ ചെറിയ പീസാക്കിയിട്ട് കുട്ടി പീസാക്കിയിട്ട് മാക്സിമം ഒന്ന് അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം ചെറിയൊരു പീസ് അളവിൽ ക്യാബേജ് എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി എല്ലാം ഒരു 1/2 കപ്പ് അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതലില്ല. അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. നമ്മുടെ ഈ മോമോസ് തയ്യാറാക്കാനായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ തയ്യാറാക്കി വരുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് ഉണ്ടാവുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 200 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്, എല്ലില്ലാത്ത ചിക്കൻ പീസ്. എന്നിട്ട് നന്നായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ പൊടിയായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കണം നമ്മൾ. ഈ ഒരു രീതിക്കല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചിക്കൻ അങ്ങനെ വേവിക്കാതെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവിയിൽ വേകുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് നല്ലതുപോലെ വെന്തെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ചേർക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. മറക്കാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്തേക്കണം. ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അപ്പോൾ അതും ചേർക്കാം. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി, മല്ലിയിലയുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി. അപ്പോൾ സോയാ സോസ് സാധാരണ മോമോസിൽ നമ്മൾ ചേർക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ മസാലയ്ക്കും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് പോലെ ഇതുപോലെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരളവിലേക്ക് കുറച്ച് കുറഞ്ഞൊന്ന് വരും. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മോമോസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാവ് തയ്യാറാക്കി വെച്ചിരിക്കുന്നില്ലേ, അതൊന്ന് പരത്തിയെടുക്കാം. മാവ് പരത്തിയെടുക്കാനായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് പരത്തില്ലേ, ആ ഒരു രീതിക്ക് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്കും കട്ടി വേണ്ട, കുറച്ച് തിന്നായിട്ട് നൈസായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ആ ഒരു വലിപ്പത്തിന് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്.
നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ വട്ടത്തിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഒരല്പം മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ വട്ടത്തിനൊന്ന് പരത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വലുതാക്കിയിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് വട്ടത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക്. അപ്പോൾ ഇതുപോലെ ചെറിയ വട്ടത്തിനൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, വളരെ കുറച്ച് മതിയെങ്കിൽ ആ ഒരു രീതിക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. ചെറിയ ചെറിയ ചുരുക്കമായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട നമ്മൾ ഏത് സൈഡിലേക്കാണോ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നത് അതേ സൈഡിലേക്ക് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്നൊക്കെ ഇറക്കി വെച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ മോമോസിൻ്റെ ഡിസൈൻ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവർക്കും എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡിസൈൻ നമ്മുടെ ഈ മോമോസിൻ്റെ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മോമോസും ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ മോമോസും ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്നും ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആവി ചെമ്പിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിന് മുകളിലുള്ള ആ ഒരു തട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ആ തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. എണ്ണ പുരട്ടാതെയാണ് നമ്മൾ ഇതിപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം എടുത്ത് വെക്കുന്നതെങ്കിൽ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിൻ്റെ പേരിലാണ് നമ്മുടെ മോമോസ് എല്ലാം നമ്മുടെ ആവിച്ചെമ്പിലേക്ക് ഒന്ന് നേർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 7 മുതൽ ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരുപാട് സമയം നമ്മളിത് ആവിയിൽ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മാവ് മാത്രം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതിനുള്ള എല്ലാ ഫില്ലിങ്ങും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. നമ്മുടെ ചിക്കൻ നേരത്തെ വേവിച്ചെടുത്തതിൻ്റെ പേരിൽ ഒരുപാട് സമയം നമ്മളിത് ആവിയിൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ശരി, ഒരു 7 മുതൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് വെന്ത് കിട്ടുന്ന ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മോമോസ് ചട്നി ഒന്ന് തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളാണ് മോമോസ് ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതുപോലെ ഒരു കാശ്മീരി ചില്ലി ഒരു 5 എണ്ണം ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർത്തിട്ട് ഇപ്പോൾ എൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകിൽ ഒരു 4 വറ്റൽമുളകും കൂടി ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 2 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അതും കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതുപോലെ 5-6 വെളുത്തുള്ളി അല്ലിയും കൂടി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചട്നിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആവിയിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മോമോസ് എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടോട് കൂടിയല്ല നമ്മൾ കഴിക്കേണ്ടത്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തും വെച്ചതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്നിരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ പാകത്തിന് സൂപ്പറായിട്ട് നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ മോമോസ് നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. വളരെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് കൂടി മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.